ജബി മേത്തർ പ്രതികരിക്കുന്നു അതിലേക്ക്. ഇത്തരത്തിൽ ഒട്ടനവധി ഉദാഹരണങ്ങൾ CPM-ന്റെ പൊള്ളയായ സ്ത്രീപക്ഷം പറയുന്നത് പൊള്ളയാണ് എന്ന് തെളിയിക്കുന്നതുള്ളപ്പോൾ മറുഭാഗത്ത് കോൺഗ്രസ് തന്നെ ഒരു FIR-ലേക്ക് ആദ്യം പരാതി ഉയർന്നപ്പോൾ, ആരോപണം ഉയർന്നപ്പോൾ സസ്പെൻഡ് ചെയ്യുകയും യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ഇപ്പോൾ ഒരു FIR-ലേക്ക് കടന്നപ്പോൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നത് കോൺഗ്രസ് സ്ത്രീകളുടെ വികാരത്തെ, സ്ത്രീകൾ പറയുന്നത് എത്രത്തോളം അതിന് പ്രാധാന്യം നൽകുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത്. അപ്പോൾ തിരിച്ച് ഞങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. CPM-ന്റെ ഇനി എന്താണ് അവർക്ക് പറയുവാനുള്ളത്? CPM-ന്റെ സ്ത്രീപക്ഷ നിലപാട് എത്ര പൊള്ളയാണ് എന്ന് എത്ര അനവധി ഉദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്നവർ, മുഖ്യമന്ത്രി KTDC ചെയർമാൻ ആക്കിയവർ, മുഖ്യമന്ത്രിക്ക് വേണ്ടി നിയമസഭയിൽ ജബി മേത്തർ രാഹുലിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് പറയുകയായിരുന്നു. ഈ നേതാക്കളെല്ലാം ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് CPM ഇല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇത്രയധികം ആരോപണങ്ങൾ പലർക്കെതിരെയും വന്നു, MLA-മാർക്കെതിരെ വന്നു, എന്നിട്ടൊന്നും ഒരു തീരുമാനത്തിലേക്ക് ഇല്ലെങ്കിൽ ഒരു നടപടിയിലേക്കൊന്നും പാർട്ടിയും കടന്നിട്ടില്ല. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി ആരോപണങ്ങളുണ്ട്. അവിടെയെല്ലാം CPM-ന്റെ ഭാഗമായിരുന്ന ആളുകളാണ് പ്രതിസ്ഥാനത്തുള്ളത്. പക്ഷെ അതിലൊന്നും എടുക്കാത്ത തീരുമാനം ഇപ്പോൾ കോൺഗ്രസിന് എടുക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് എന്തൊക്കെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണെങ്കിലും ഇല്ലെങ്കിൽ കോൺഗ്രസിന് ഇങ്ങനെ ഒരാളുടെ ആവശ്യമില്ല എന്നുള്ള തീരുമാനത്തിലാണെങ്കിലും ആ തീരുമാനത്തിൽ കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്.